കാനഡ സമ്മർ ജോബ്സ് CSJ പ്രോഗ്രാമിലൂടെ ഈ വേനൽക്കാലത്ത് യുവാക്കൾക്ക് 70,000 തൊഴിലവസരങ്ങൾ കാനഡ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ പരിചയം നേടാനും പുതിയ കഴിവുകൾ പഠിക്കാനും വ്യത്യസ്ത തൊഴിൽ ഓപ്ഷനുകൾ പര്യവേക്ഷണം ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസത്തിനും ജീവിത ചെലവുകൾക്കും പണം സമ്പാദിക്കാനും ഈ പ്രോഗ്രാം സഹായിക്കുന്നു. 15-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് 70,000 വേനൽക്കാല തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്ന് വനിതാ ലിംഗസമത്വ യുവജന മന്ത്രി മാൻസി ഇയാൻ പ്രഖ്യാപിച്ചതായി കാനഡ ഇമിഗ്രേഷൻ സർവീസസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 70,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ പ്രോഗ്രാം യഥാർത്ഥത്തിൽ 71,200 തൊഴിലവസരങ്ങൾ നൽകി. അതായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ തൊഴിലവസരങ്ങൾ. ജോലി കണ്ടെത്തുന്നതിൽ യുവാക്കളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ ഈ ശ്രമം തുടരുകയാണ്. 2025 ഏപ്രിൽ 21 മുതൽ ജോബ് ബാങ്കിൻ്റെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും യുവ തൊഴിലന്വേഷകർക്ക് ജോലി അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. വിനോദം, ഭക്ഷ്യസേവനങ്ങൾ, മാർക്കറ്റിംഗ്, ടൂറിസം, ഭവന നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ജോലികൾ ലഭ്യമാകും. യുവാക്കൾക്ക് അവരുടെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന തസ്തികകളിലോ തൊഴിൽക്ഷാമം നേരിടുന്ന വളർന്നുവരുന്ന മേഖലകളിലോ അപേക്ഷിക്കാനുള്ള അവസരം നൽകുന്നതിനാണ് ഈ പ്രോഗ്രാം. പ്രാദേശിക യുവാക്കൾ, കുടിയേറ്റക്കാരും വംശീയമായി വേർപിരിഞ്ഞവരുമായ യുവാക്കൾ, വൈകല്യമുള്ള യുവാക്കൾ, ഗ്രാമീണ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിലെ യുവാക്കൾ തുടങ്ങി എല്ലാവർക്കും ജോലി കണ്ടെത്താനും അനുഭവം നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും ന്യായമായ അവസരം ഉറപ്പാക്കുക എന്നതാണ് കാനഡ സമ്മർ ജോബ്സിൻ്റെ ലക്ഷ്യം. ഈ ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ യുവാക്കൾക്കും തൊഴിൽ വിപണിയിൽ വിജയിക്കാനുള്ള അവസരം ഉറപ്പാക്കിക്കൊണ്ട് തൊഴിൽ, നൈപുണ്യ വികസനം എന്നിവയിലേക്ക് തുല്യമായ പ്രവേശനം നൽകാനാണ് പ്രോഗ്രാം ശ്രമിക്കുന്നത്. കാനഡ സമ്മർ ജോബ്സ് പ്രോഗ്രാം യുവാക്കളെ അവരുടെ ഭാവി കരിയറിനായി തയ്യാറെടുക്കാൻ സഹായിക്കുന്ന യൂത്ത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽ സ്ട്രാറ്റജി എന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണ്. കാനഡയിലെ ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസിൻ്റെ ഒരു സ്വതന്ത്ര ഓഡിറ്റ് പ്രകാരം CSJയിൽ പങ്കെടുത്ത യുവാക്കൾക്ക് പങ്കെടുക്കാത്തവരേക്കാൾ മികച്ച ദീർഘകാല വരുമാനം ലഭിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2024 ഒരു സർവേയിൽ പ്രതികരിച്ചവരിൽ 92% പേരും ഭാവിയിലെ തൊഴിലിന് ആവശ്യമായ ഒന്നിലധികം കഴിവുകളിൽ ആത്മവിശ്വാസം നേടുന്നതായി റിപ്പോർട്ട് ചെയ്തതായും 85% പേർ അവരുടെ ഭാവിയിലെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതായും സൂചിപ്പിക്കുന്നുണ്ട്. യൂത്ത് എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കിൽസ് സ്ട്രാറ്റജി വഴി യുവാക്കൾക്ക് ജോലി കണ്ടെത്താൻ സഹായിക്കുന്നതിനായി 2025-26 കാനഡ ഗവൺമെൻറ് $351.2 മില്യൺ ചെലവഴിച്ചെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള ഭവന നിർമ്മാണം പോലുള്ള വ്യവസായങ്ങളിൽ വേനൽക്കാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി കാനഡ സമ്മർ ജോബ്സ് പ്രോഗ്രാമിലേക്ക് $200.5 മില്യൺ നൽകും. യുവാക്കൾക്കുള്ള മറ്റ് തൊഴിൽ പരിപാടികളെയും സേവനങ്ങളെയും $150.7 മില്യൺ പിന്തുണയ്ക്കും. വേനൽക്കാല ജോലി വെറുമൊരു ശമ്പളത്തിനുള്ള വഴി മാത്രമല്ലെന്നും ഇത് യുവാക്കൾക്ക് അനുഭവം നേടാനും പുതിയ കഴിവുകൾ പഠിക്കാനും കരിയർ ഓപ്ഷനുകൾ പര്യവേക്ഷണം ചെയ്യാനും സഹായിക്കുന്നുവെന്ന് മന്ത്രി മാൻസി ഇയാൻ പറഞ്ഞു. ഭാവിയിലെ ജോലികൾക്കായി തയ്യാറെടുക്കാനും അവരുടെ കരിയറിനെ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കാനും ഇത് യുവാക്കളെ സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.